നമസ്കാരം, വെട്ടൻ ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. കാലവർഷം ശക്തമാവും. ചൊവ്വാഴ്ച 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വിനോദയാത്രയ്ക്ക് പോയ ഈസ്റ്റരിക്കാഞ്ചിറ സ്വദേശി വാഹനാപകടത്തിൽ മരണപ്പെട്ടു. ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. സ്നേഹവീട്ടിൽ സ്നേഹം പങ്കിട്ട് KC അബൂബക്കർ ഹാജി സ്മാരക ട്രസ്റ്റ്. ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് കിടപ്പാടം നഷ്ടമായവരും ജപ്തി ഭീഷണി നേരിടുന്നവരും തിരൂരിൽ സംഗമിച്ചു. YMCA ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകയെന്ന് പ്രൊഫസർ അലക്സ് തോമസ്. വിശദമായ വാർത്തകൾ. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും കനക്കും. കാലവർഷക്കാറ്റിന് ശക്തി പ്രാപിച്ചതോടെ ചൊവ്വ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. ചൊവ്വാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യത. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 മീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബുധനാഴ്ച ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോടും, വ്യാഴാഴ്ച ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വെട്ടൻ ന്യൂസ് തിരൂർ. വിനോദയാത്രയ്ക്ക് പോയ ഈസ്റ്റരിക്കാഞ്ചിറ സ്വദേശി വാഹനാപകടത്തിൽ മരണപ്പെട്ടു. 24 വയസ്സുള്ള കുറുക്കോളി മുഹമ്മദ് ഹുസൈൻ്റെ മകൻ അർഷാദ് എന്ന മുത്തുവാണ് മരണപ്പെട്ടത്. സൗത്ത് കൊടുവള്ളിയിൽ വെച്ചാണ് അപകടം നടന്നത്. തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. ഞായറാഴ്ച പുലർച്ചെയാണ് അർഷാദ് അടങ്ങുന്ന 8-അംഗ സംഘം 4 ബൈക്കുകളിലായി വയനാട്ടിലേക്ക് വിനോദയാത്രയ്ക്കായി പുറപ്പെട്ടത്. തിരിച്ചുവരുന്ന വഴി തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് അർഷാദ് ഓടിച്ചിരുന്ന ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അർഷാദിന്റെ മൃതദേഹം കോഴിക്കോട് മിംസ് ആശുപത്രിയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തിരൂർ ഗൾഫ് മാർക്കറ്റിലെ ഷോപ്പിലെ ജീവനക്കാരനാണ് അർഷാദ്. അർഷാദിന്റെ കൂടെ സഞ്ചരിച്ച സബീലിന് കൈക്ക് സാരമായി പരിക്ക് പറ്റി ചികിത്സയിലാണ്. വെട്ടൻ ന്യൂസ് തിരൂർ. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലത്തും കടലിൽ പോകാൻ അനുമതിയുണ്ട്. മീൻപിടുത്ത ബോട്ടുകൾക്കും ഇൻബോർഡ് എഞ്ചിനുകൾ ഘടിപ്പിച്ച വലിയ വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. 2 ചെറുവള്ളങ്ങൾ ഉപയോഗിച്ചുള്ള പെയർ ട്രോളിംഗും പാടില്ല. ഹാർബറുകളിലും ഫിഷ് ലാൻഡ് സെന്ററുകളിലും പ്രവർത്തിക്കുന്ന ബങ്കുകളുടെ പ്രവർത്തനവും ഇന്നു മുതൽ നിലയ്ക്കും. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ആരംഭിച്ചിട്ടുണ്ട്. വെട്ടൻ ന്യൂസ് തിരൂർ. വെട്ടം കാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന KC അബൂബക്കർ ഹാജി സ്മാരക ട്രസ്റ്റ് അംഗങ്ങൾ പെരുന്നാൾ ദിനത്തിൽ സ്നേഹവീട്ടിലെ അന്തേവാസികൾക്ക് പുതപ്പും പെരുന്നാൾ ഭക്ഷണവും നൽകി സ്നേഹം പങ്കിട്ടു. ഡോക്ടർ കമറുന്നിസ അൻവർ നടത്തുന്ന സ്നേഹവീട്ടിലെ അന്തേവാസികൾക്ക് പുതപ്പും പെരുന്നാൾ ഭക്ഷണവും നൽകി KC അബൂബക്കർ ഹാജി സ്മാരക ട്രസ്റ്റ് അംഗങ്ങൾ സ്നേഹം പങ്കിട്ടു. ട്രസ്റ്റ് ചെയർമാൻ KT അബ്ദുറസാഖ് എന്ന ബാബു സ്വാഗതവും ഡോക്ടർ KV ഹമീദ് റിയാസുദ്ദീൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങ് MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കമറുന്നിസ അൻവർ, ഡോക്ടർ അൻവർ, KK റിയാസ്, വിപിൻ, സക്കീർ, PP നാസർ, മുഹമ്മദ് മൻസൂർ കാനൂർ, KO മെഹർഫാസ്, മൻസൂർ KP, ജയ്സൽ വളപ്പിലകത്ത്, സിദ്ദീഖ്, അബ്ദുൾ സമദ് VV, അർഫക് കോട്ടേക്കാട്, IP മുനീർ, KV ഹാരിസ്, ഷബീർ അലി KO, ജാഫർ ഷെരീഫ്, മൊയ്തുഷ മാലാപ്പറമ്പിൽ, സലാം KP എന്നിവർ സംബന്ധിച്ചു. ഷിഹാബ് പരിയാപുരം നന്ദിയും പറഞ്ഞു.
വെട്ടന്യൂസ് തിരൂർ. ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് കിടപ്പാടം നഷ്ടപ്പെട്ടവരും ജപ്തി ഭീഷണി നേരിടുന്നവരും തിരൂരിൽ സംഗമിച്ചു. സർഫസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ സമിതിയാണ് ജപ്തി വിരുദ്ധ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷൻ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര ഉദ്ഘാടനം ചെയ്തു. അന്തിയുറങ്ങാൻ ഇടമില്ലാത്തവരും കിടപ്പാടം ജപ്തി ഭീഷണി നേരിടുന്നവരുമായി ജില്ലയിൽ നിന്നും പുറത്തുനിന്നുമുള്ള 150ഓളം പേർ കൺവെൻഷനിൽ പങ്കെടുത്തു. 23 ലക്ഷം രൂപ വായ്പയെടുത്ത് 18 ലക്ഷം തിരിച്ചടച്ച താനാളൂർ സ്വദേശി മുസ്തഫ മാതാവിനോടൊപ്പമാണ് യോഗത്തിലെത്തിയത്. കൺവെൻഷൻ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര ഉദ്ഘാടനം ചെയ്തു. ഒരു സാമൂഹിക ജീവിതത്തിന്റെ ഛായകളുള്ള ജീവിയാണ്. അങ്ങനെ കൂട്ടമായിട്ട് ജീവിക്കുന്ന, പറ്റമായിട്ട് ജീവിക്കുന്ന നിരവധി മൃഗങ്ങളെ നമുക്ക് കാണാം. പക്ഷെ അതിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് മനുഷ്യൻ ബൗദ്ധിക വ്യാപാരം കൊണ്ടുണ്ടാക്കിയ ഒരു സാമൂഹിക ക്രമത്തിൽ ജീവിക്കുന്ന ഒന്നാണ് എന്നും ആ സാമൂഹിക ക്രമത്തിൽ ഒരു മനുഷ്യൻ അവനും മറ്റു മനുഷ്യർക്കും ഉറപ്പാക്കുന്നത് എന്താണ്? ആത്മാഭിമാനത്തോടെയും സ്വാഭിമാനത്തോടെയും ജീവിക്കാവുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക അവകാശമുള്ള വ്യക്തികളും സമൂഹവുമായി നാം ജീവിക്കുന്നതാണ്. VC ജെന്നി അധ്യക്ഷത വഹിച്ചു. അലാ ഷഹാൻ വൈലിശ്ശേരി, CP റഷീദ്, വേണുഗോപാൽ കുനിയിൽ, PK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടന്യൂസ് തിരൂർ. YMCയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അനുകരണീയമാണെന്ന് YMCA സംസ്ഥാന ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് പറഞ്ഞു. തിരൂർ YMCA പ്രസിഡന്റ് ഡോക്ടർ ലിബി മനോജ് അധ്യക്ഷത വഹിച്ചു. YMCA മലപ്പുറം സബ് റീജിയൻ സ്ഥാപക ദിനാചരണം തിരൂരിൽ YMCA സംസ്ഥാന ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഒന്നാമത്തെ പരിപാടി അത് റെനി സാറിൻ്റെ താല്പര്യപ്രകാരം പരിസ്ഥിതിയുടെ ദിനവുമായി ബന്ധപ്പെട്ട ഒരു ചെടി നടീൽ പരിപാടിയായിരുന്നു. സാറ് വരാൻ താമസിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്തായാലും ആ ചെടി അവിടെ വയ്ക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ശരിയായ സ്ഥലം റെനി സാറിനെ ഏൽപ്പിച്ചുകൊണ്ട് പുനർനടിയിൽ ഒന്നുകൂടി നടത്താൻ തക്കവണ്ണം റെനി സാറിനോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. തിരൂർ YMCA പ്രസിഡന്റ് ഡോക്ടർ ലിബി മനോജ് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ ചെയർമാൻ CS റെനി ആമുഖ പ്രഭാഷണം നടത്തി. മുൻ സബ് റീജിയൻ ചെയർമാൻമാരായ ഫാദർ മാത്യൂസ് വെട്ടിയാനിക്കൽ, മനോജ് ജോസ്, S ദാനം, മലപ്പുറം ജനറൽ കൺവീനർ ഷാജു ചെറിയൻ, ഫാദർ J വിക്ടർ, ലില്ലി ആന്റണി, മാത്യു ജോൺ, ഷാജി ജോർജ്, MI ജേക്കബ് എന്നിവർ സംസാരിച്ചു. പരിസ്ഥിതി വാരാചരണത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി ഫലവൃക്ഷത്തായി നട്ടു. YMCA യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കേരള റീജിയൻ ചെയർമാനെ ചടങ്ങിൽ ആദരിച്ചു. AJ ആന്റണി, KV അഗസ്റ്റ്യൻ, ബിജു, സേവ്യർ ചിത്രകൂടം, പരമേശ്വരൻ, റിജിൻ, തമ്പി പോൾ എന്നിവർ നേതൃത്വം നൽകി. വെട്ടന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.